ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് 11ാമത്തെ ദിവസമാണ് കേട്ടോ. മധു കൈഠപ യുദ്ധോദ്യോഗമാണ് നമ്മൾ വായിക്കാൻ പോണത്. അപ്പോൾ സൂതനും ഋഷിമാരും തമ്മിലുള്ള സംവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഋഷിമാർക്കൊരു സംശയം, അല്ല അങ്ങ് പറയണ്ടായില്ലോ മഹാർണവത്തിൽ വെച്ചിട്ട് മധു കൈടവന്മാരെ ഭഗവാൻ ശ്രീഹരി ആണെങ്കിൽ 5000 വർഷം യുദ്ധം ചെയ്തിട്ടാണ് തോൽപ്പിച്ചതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സൂതൻ പറയാണ്, നാം എല്ലാവരും വളരെയധികം ധന്യരാണ് എന്ന കാര്യം നിശ്ചയമാണ്. നിങ്ങൾക്ക് കേൾക്കാനും എനിക്ക് പറയാനും ഉത്സാഹം ഉണ്ടല്ലോ. പ്രളയജലത്തിലെ ശേഷനാഗമെത്തയില് പള്ളി കൊള്ളുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്ന് ബലിഷ്ഠരായ 2 ദാനവർ ഉണ്ടായി. അവര് സമുദ്രജലത്തിൽ മതിച്ച് ക്രീഡിച്ച് കാലം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ അവരുടെ ഉള്ളിലൊരു സന്ദേഹം ഉണ്ടായി. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ലല്ലോ, അതിനെപ്പറ്റി നമുക്കറിയാൻ കഴിയില്ലല്ലോ. ഈ പരന്നു കിടക്കുന്ന ജലത്തിന് ആധാരമായി എന്താണുള്ളത്? ആരാണിതൊക്കെ സൃഷ്ടിച്ചത്? നമ്മെ ആരാ സൃഷ്ടിച്ചത്? അങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ മധുവിനോട് കൈഠവൻ പറയാണ്, മധു, നമ്മെ ഈ ജലത്തിൽ താങ്ങി നിർത്തുവാൻ ഒരു ശക്തി ഉണ്ടെന്നത് തീർച്ചയാണ്. അപ്പോ ഈ ജലത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ആ പരാശക്തിയാകണം നമ്മളെയും സൃഷ്ടിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ ബുദ്ധി ഉണ്ടായ സമയത്ത് ഈ മധുകൈടവന്മാര് ഒരു ബീജമന്ത്രം കേൾക്കാനിടയാവാണ്. അതവര് നല്ല ശ്രദ്ധയോടുകൂടി കേട്ടു, പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്തു. ആ ഉൾക്കൊണ്ട മന്ത്രത്തെ അവര് ധ്യാനിച്ചു. ആ സമയത്ത് ആകാശത്തിൽ ഇടിവെട്ടി മിന്നൽ വരികയാണ്. അവർക്ക് മനസ്സിലായി ഇത് ഏതോ വലിയൊരു മന്ത്രാണ്. ആഹാരം പോലും ഉപേക്ഷിച്ചിട്ട് അവര് ധ്യാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ധ്യാനത്തിലിരിക്കുകയാണ് മധു കൈടപ്പന്മാര്. അങ്ങനെ ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി. 1000 വർഷങ്ങളായി. 1000 വർഷം കഴിഞ്ഞിട്ടും ധ്യാനം നിർത്താതെ ഭഗവതിയിൽ ഉപാസിക്കുന്ന ഈ 2 പേരെ കണ്ടിട്ട് ഭഗവതി അവരിൽ സംപ്രീതയാവാണ്. ദേവി അശരീരിയായിട്ട് ആകാശത്തില് വാഗ്രൂപത്തില് പ്രത്യക്ഷപ്പെട്ടു അത്രേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വര ഏതെങ്കിലും ചോദിച്ചോളൂ എന്ന് ഭഗവതി അവരോട് പറഞ്ഞു. അവര് പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് സ്വച്ഛന്ത മൃത്യു വരം തരണം. ദേവി മധുകൈടവന്മാര് ചോദിച്ച വരം തന്നെ അവർക്ക് നൽകിയിട്ട് മറഞ്ഞുപോയി. അങ്ങനെ പരാശക്തിയിൽ നിന്ന് മധുകൈടവന്മാർക്ക് നല്ലൊരു വരം കിട്ടി. ഇനി അവർ ചിന്തിച്ചാൽ മാത്രം അവർക്ക് മരണം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ഒരു വരം കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം അഹങ്കാരവും കൂടി. അങ്ങനെ ഗർവോട് കൂടി തന്നെ അവർ ജലത്തില് കേളിയാടി അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് താമരപ്പൂവില് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ബ്രഹ്മാവിനെയൊക്കെ അവർ കാണുന്നത്. അവർക്ക് ആരോടെങ്കിലും ഒന്ന് പോരാടാനായിട്ട് ഇങ്ങനെ കൊതിയായിരിക്കുന്ന സമയമായിരുന്നു അതേ. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് തോന്നി, ഇയാൾ കൊള്ളാം, ഇയാളുടെ അടുത്ത് തന്നെ യുദ്ധം ചെയ്യാമെന്ന് വിചാരിച്ച് ബ്രഹ്മാവിനോട് പോയി പറയും, വരൂ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറയും. അങ്ങനെ ബ്രഹ്മാവിനെ യുദ്ധം ചെയ്യാനായിട്ട് വെല്ലുവിളിച്ചു. തിരിച്ചൊന്നും പറയാതിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടപ്പോൾ മധുകൈടവന്മാർക്ക് ഓൾറെഡി ഗർവൊക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ, അഹങ്കാരികളായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അപ്പൊ അവര് അടുത്തൊരു വെല്ലുവിളിയും കൂടി നടത്തി. യുദ്ധത്തിന് സന്നദ്ധനല്ല എന്നുണ്ടെങ്കിൽ ഈ താമരപ്പൂ വിട്ടിട്ട് പോവാൻ പറഞ്ഞു. ഈ യുദ്ധമൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഈ പോരാടാനൊന്നും ശക്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ധ്യാനിച്ചിരുന്നിട്ട് എന്താ ഇത്ര വലിയ കാര്യമുള്ളത്? ഈ ഒരു സ്ഥലമാണെങ്കിൽ വീരന്മാർക്കുള്ള സ്ഥലമാണ്. നല്ല പരാക്രമശാലികളും അതിബലവാന്മാരും ഒക്കെ ആയിട്ടുള്ള ഈ സഹോദരങ്ങളുടെ വീരവാദം കേട്ട് ബ്രഹ്മാവ് ആകെ ആശയക്കുഴപ്പത്തിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യണോ, യുദ്ധം ചെയ്യണ്ടേ എന്നുള്ളൊരു ആശയക്കുഴപ്പം ബ്രഹ്മാവില് വരികയാണ്. ഇനിയിപ്പോ ഈ മധുകൈടവന്മാർക്ക് എന്താ പറ്റിയെന്നുള്ളത് നമുക്ക് നാളെ കേൾക്കാം കേട്ടോ. സർവം ശ്രീ ലളിതാംബികയുടെ തൃക്കാൽക്കല് സമർപ്പിക്കുകയാണ്. ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ഈ കഥ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കഥ മുടങ്ങാതെ പറയാനുള്ള ശക്തി ഭഗവതി തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.